സവിതയുടെ ജീവിതം ഒട്ടേറെ സ്വപ്നങ്ങളോടെയാണ് തുടങ്ങിയത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്നേഹസമ്പന്നമായ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന അവൾക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആകാശുമായുള്ള അവളുടെ വിവാഹം നടന്നപ്പോൾ തനിക്ക് സ്നേഹമുള്ള ഒരു ഭർത്താവിനെയും കരുതലുള്ള ഒരു കുടുംബത്തെയും ലഭിച്ചുവെന്ന് അവൾ വിശ്വസിച്ചു. വിവാഹത്തിന്റെ ആദ്യത്തെ 2 വർഷങ്ങൾ മനോഹരമായ ഒരു സ്വപ്നം പോലെയാണ് കടന്നുപോയത്. ആകാശ് അവളെ ഒരുപാട് സ്നേഹിച്ചു. ഇടയ്ക്കിടെ സിനിമക്ക് കൊണ്ടുപോകുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും അവളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയുന്നതും പതിവായിരുന്നു. സവിത ആ സന്തോഷത്തിൽ മതിമറന്നു. എന്നാൽ കാലം കടന്നുപോയതോടെ ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിട്ടും ഒരു കുഞ്ഞുണ്ടാകാത്തത് ആ കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണമായി. സവിതയുടെ അമ്മായിയമ്മയുടെ സ്വഭാവം പതുക്കെ മാറാൻ തുടങ്ങി. തുടക്കത്തിൽ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അവർ പിന്നീട് പരിഹാസത്തിന്റെ ഭാഷ സ്വീകരിച്ചു. ഈ വീടിന് ഒരു അവകാശി വേണം എന്ന വാചകം ഒരു മന്ത്രം പോലെ ആ വീട്ടിൽ ഓരോ ദിവസവും മുഴങ്ങിക്കൊണ്ടിരുന്നു. സവിത രാവിലെ മുതൽ രാത്രി വരെ ആ വീട്ടിലെ ജോലികൾ മുഴുവൻ തനിച്ച് ചെയ്യുമായിരുന്നു. വിശ്രമമില്ലാതെ പണിയെടുക്കുമ്പോഴും അവൾ കേട്ടിരുന്നത് ഒന്നിനും കൊള്ളാത്തവൾ എന്ന വിളിപ്പേരായിരുന്നു. ഒരു സ്ത്രീയുടെ വില അവളുടെ ഗർഭപാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ കുടുംബത്തിൽ സവിത വെറും ഒരു വേലക്കാരിയെ പോലെയായി മാറി. സമൂഹത്തിന്റെ പരിഹാസത്തിനു മുന്നിൽ ആകാശ് പതറിപ്പോയി. അയൽവാസികളും ബന്ധുക്കളും കുട്ടികളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആകാശിന്റെ ഉള്ളിലെ അഹങ്കാരം വ്രണപ്പെട്ടു. അവൻ സവിതയെ വെറുക്കാൻ തുടങ്ങി. പരിശോധനകൾക്കായി അവർ പല ആശുപത്രികളിലും കയറിയിറങ്ങി. പരിശോധനാ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. ഒരിക്കൽ ഡോക്ടർ ആകാശിനോട് പരിശോധനയ്ക്ക് വിധേയനാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു. എനിക്കൊരു കുഴപ്പവുമില്ല, കുഴപ്പമുണ്ടെങ്കിൽ അത് നിനക്കാണ് എന്ന് പറഞ്ഞ് അവൻ സവിതയെ ശകാരിച്ചു. തന്റെ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്നു എന്നതായിരുന്നു അവന്റെ പരാതി. സവിതയ്ക്ക് എതിർത്ത് സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണീർ വാർത്തുകൊണ്ട് എല്ലാം സഹിച്ചു. 7-ാം വർഷം എത്തിയപ്പോഴേക്കും ആ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായി. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ പോലും അവൾക്ക് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. അമ്മായിയമ്മ മറ്റു സ്ത്രീകളുടെ മുന്നിൽ വെച്ച് സവിതയെ അപമാനിക്കുന്നത് ഒരു വിനോദമായി മാറ്റി. ഞങ്ങളുടെ മകന്റെ ജീവിതം ഇവൾ നശിപ്പിച്ചു എന്നവർ ഉറക്കെ പറയും. ആകാശ് വീട്ടിലേക്ക് വരുന്നത് തന്നെ കുറഞ്ഞു. വന്നാൽ തന്നെ സവിതയുടെ മുഖത്ത് നോക്കാതെ അവൻ മുറിയിൽ പോയി വാതിലടക്കും. സവിതക്ക് ആ വീട്ടിൽ സ്നേഹിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ല. അവളുടെ കണ്ണീരിന് ആ വീട്ടിൽ യാതൊരു വിലയുമില്ലായിരുന്നു. ഒരിക്കൽ സവിത ആകാശിനോട് പറഞ്ഞു, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? ഈ ചോദ്യം ആകാശിനെ കൂടുതൽ പ്രകോപിച്ചു. മറ്റാരോ ജന്മം നൽകിയ രക്തത്തെ എന്റെ പേര് നൽകി വളർത്താൻ എനിക്ക് കഴിയില്ല എന്നായിരുന്നു അവന്റെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി. സവിതയുടെ ഉള്ളിലെ പ്രതീക്ഷകൾ ഓരോന്നായി അസ്തമിക്കാൻ തുടങ്ങി. താൻ സ്നേഹിച്ച പുരുഷൻ ഇത്രയും ക്രൂരനാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ജീവിതം ഇത്രയും വലിയൊരു ചതിക്കുഴിയിലാണെന്ന് അവൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. പണ്ട് തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ആ മനുഷ്യനിപ്പോൾ വീട്ടിലേക്ക് വരുന്നത് തന്നെ ദേഷ്യത്തോടെയാണ്. ജോലി കഴിഞ്ഞു വന്നാൽ ഉടൻ ഫോണുമായി ടെറസിലേക്കോ മുറ്റത്തേക്കോ അവൻ മാറിയിരിക്കും. ആരെങ്കിലും അടുത്തു ചെന്നാൽ ഫോൺ പെട്ടെന്ന് ഒളിപ്പിച്ചു വെക്കും. സവിതയുടെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. തന്റെ കുടുംബം നശിക്കരുത് എന്ന് കരുതി അവളെല്ലാം ഉള്ളിലൊതുക്കി. എന്നാൽ ആകാശിന്റെ മാറ്റം കേവലം ജോലിഭാരം കൊണ്ടല്ലെന്ന് അവൾക്ക് വൈകാതെ മനസ്സിലായി. ഒരു രാത്രി ആകാശ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് സവിതയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നൈന എന്ന പേരിൽ നിന്നായിരുന്നു ആ സന്ദേശം. സ്നേഹവാക്കുകളും ഭാവിയിലെ സ്വപ്നങ്ങളും നിറഞ്ഞ ആ വാക്കുകൾ വായിച്ചപ്പോൾ സവിതയുടെ ലോകം സ്തംഭിച്ചുപോയി. ആകാശ് മറ്റൊരു ബന്ധത്തിലാണെന്നും താൻ അറിയാതെ അവർ മറ്റൊരു ലോകം പടുത്തുയർത്തുകയാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൾ ഇത് ആകാശിനോട് ചോദിച്ചപ്പോൾ അവൻ ഒരു കുറ്റബോധവുമില്ലാതെ അത് സമ്മതിച്ചു. അതെ, എനിക്ക് നൈനയെ ഇഷ്ടമാണ്. അവൾക്ക് എനിക്ക് ആവശ്യമുള്ളത് നൽകാൻ കഴിയും. ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയാത്ത നിനക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത് എന്ന അവന്റെ ചോദ്യം സവിതയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. സവിത അമ്മായിയമ്മയുടെ സഹായം തേടി. എന്നാൽ അവിടെയും അവൾക്ക് ലഭിച്ചത് കയ്പേറിയ അനുഭവമായിരുന്നു. അവർ നേരത്തെ തന്നെ ഈ ബന്ധം അറിഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല, അവർ നൈനയെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്റെ മകന് ഒരു കുട്ടി വേണം, അതിന് നീ തടസ്സമാകരുത്. വേണമെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ ഒരു മൂലയ്ക്ക് കിടക്കാം, പക്ഷേ അവകാശങ്ങൾ ഒന്നും ചോദിക്കരുത് എന്നായിരുന്നു അവരുടെ നിലപാട്. ആകാശ് ഇപ്പോൾ പരസ്യമായി നൈനയുമായി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. സവിതയെ ഒരു വേലക്കാരിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. വീട്ടുജോലികൾ മുഴുവൻ അവൾ ചെയ്യണം, പക്ഷേ സ്നേഹമോ പരിഗണനയോ അവൾക്ക് ലഭിക്കില്ല. നൈന
ബാങ്കിൽ ജോലി ചെയ്യുന്ന ആധുനിക രീതിയിൽ ചിന്തിക്കുന്ന പെൺകുട്ടിയായിരുന്നു അവൾ. ഒരിക്കൽ ആകാശിനൊപ്പം സവിതയുടെ മുന്നിലെത്തി. ആകാശ് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. സവിതയുടെ സാന്നിധ്യം അവിടെ ആരും ശ്രദ്ധിച്ചതേയില്ല. സവിതയുടെ 7 വർഷത്തെ സ്നേഹവും ത്യാഗവും വെറും പാഴായി പോയെന്ന് അവൾക്ക് തോന്നി. ആകാശ് തന്റെ പൗരുഷം തെളിയിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് രണ്ടാം വിവാഹത്തെ കണ്ടിരുന്നത്. സവിതയുടെ വേദനയോ കണ്ണീരോ അവനെ ബാധിച്ചില്ല. വീട്ടിൽ രണ്ടാം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കാൻ തുടങ്ങി. ബന്ധുക്കളും നാട്ടുകാരും വരാൻ തുടങ്ങി. എല്ലാവരോടും ആകാശ് പറഞ്ഞിരുന്നത് സവിതയുടെ അസുഖം കാരണമാണ് താൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നതെന്നാണ്. സവിതയുടെ സമ്മതത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന വലിയൊരു നുണ അവൻ എല്ലാവരോടും പറഞ്ഞു. സവിതയുടെ നിസ്സഹായ അവസ്ഥയെ അവർ മുതലെടുത്തു. സവിത തന്റെ മുറിയിൽ തനിച്ചിരുന്ന് കരഞ്ഞു. താൻ വിശ്വസിച്ച ദൈവം പോലും തന്നെ കൈവിട്ടുവോ എന്നവൾ ചിന്തിച്ചു. സ്നേഹിച്ച പുരുഷൻ തന്നെ ഇത്രയും വലിയൊരു ചതിക്കുഴിയിൽ വീഴ്ത്തുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വിവാഹത്തിന് 2 ദിവസം മുമ്പ് സവിത അവസാനമായി ആകാശിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുതേ എന്നവൾ കൈകൂപ്പി അപേക്ഷിച്ചു. എന്നാൽ ആകാശ് അവളെ തള്ളിമാറ്റി. എനിക്ക് നിന്റെ കണ്ണീർ കാണാൻ സമയമില്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോകാം, ഞാൻ നിന്നെ തടയില്ല എന്നായിരുന്നു അവന്റെ അവസാനത്തെ മറുപടി. സവിതക്ക് പോകാൻ ഒരിടവുമില്ലായിരുന്നു. തന്റെ അച്ഛൻ മരിച്ചതും സഹോദരൻ തന്നെ കൈവിട്ടതും അവൾ ഓർത്തു. ഈ ലോകത്ത് താൻ തനിച്ചാണെന്ന തിരിച്ചറിവ് സവിതയെ തളർത്തി. വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ മുന്നോടിയായിരുന്നു ആ നിശബ്ദത. നൈനയുമായുള്ള ആകാശിന്റെ വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വീട് മുഴുവൻ വെളിച്ചം കൊണ്ട് പ്രകാശിച്ചിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പക്ഷേ ആ ആഹ്ലാദങ്ങൾക്കിടയിൽ സവിത ഒരു നിഴല് പോലെ അടുക്കളയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടി. അവൾക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ തോന്നിയില്ല. 7 വർഷം മുമ്പ് ഇതേ വീട്ടിലേക്ക് താൻ വലതുകാൽ വെച്ച് കയറി വന്നത് അവൾ ഓർത്തു. അന്ന് ആകാശ് തന്റെ കൈ പിടിച്ച് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി അവളുടെ കാതുകളിൽ മുഴങ്ങി. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന അവന്റെ വാക്കുകൾ ഇന്ന് വെറും പൊള്ളയായ നുണകളായി മാറിയിരിക്കുന്നു. പെട്ടെന്ന് മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. നൈനയുടെ വീട്ടുകാരായിരുന്നു അത്. അവർ കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. അമ്മായിയമ്മ അതിഥികളെ സ്വീകരിക്കാൻ തിരക്കിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. സവിതയെ കണ്ടപ്പോൾ അവരുടെ മുഖം കറുത്തു. ഈ അപശകുനം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ എന്നവർ ഉറക്കെ ചോദിച്ചു. സവിതയുടെ സാന്നിധ്യം നൈനയുടെ വീട്ടുകാർക്ക് മുന്നിൽ ഞങ്ങൾക്ക് നാണക്കേടാണെന്ന് അവർ കരുതി. സവിത പതുക്കെ എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ അമ്മായിയമ്മ അവളെ തടഞ്ഞു. ഇനി വീട്ടിൽ നിനക്ക് മുറിയില്ല, നിന്റെ സാധനങ്ങളെല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അവർ ആക്രോശിച്ചു. സവിത ഞെട്ടിപ്പോയി. അവൾ ആകാശിനെ നോക്കി. ആകാശ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ നൈനയുടെ സഹോദരനോട് ചിരിച്ച് സംസാരിക്കുകയാണ്. സവിത ആകാശിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൈകളിൽ പിടിച്ചു. ആകാശ്, എന്നെ ഇങ്ങനെ പുറത്താക്കരുത്. എനിക്ക് പോകാൻ ഒരിടവുമില്ല. ഒരു ദാസിയെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ ആകാശ് തന്റെ കൈകൾ ക്രൂരമായി തട്ടിമാറ്റി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണിത്. നിന്നെ പോലൊരുത്തിയെ കണ്ട് എന്റെ ദിവസം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങിപ്പോകൂ ഇവിടെ നിന്ന്, അവൻ അലറി. അതിഥികൾക്ക് മുന്നിൽ വെച്ച് ആകാശ് സവിതയെ അപമാനിച്ചു. അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പ്രധാന വാതിലിനടുത്തേക്ക് വലിച്ചിഴച്ചു. സവിത നിലവിളിച്ചു. പക്ഷെ ആരും അവളെ സഹായിക്കാൻ വന്നില്ല. അയൽവാസികൾ ജനലിലൂടെ നോക്കി നിൽക്കുകയായിരുന്നു. ആകാശ് അവളെ വാതിലിന് പുറത്തേക്ക് തള്ളി. അവൾ റോഡിലെ കല്ലുകളിൽ തട്ടി വീണു. അവളുടെ കൈമുട്ടുകളിൽ നിന്നും ചോര പൊടിഞ്ഞു. ഇനി പടി കടന്ന് അകത്തേക്ക് വരരുത്, വന്നാൽ നിന്റെ കാൽ ഞാൻ തല്ലിയൊടിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് ആകാശ് വലിയ ഇരുമ്പുവാതിൽ കൊട്ടിയടച്ചു. അകത്തുനിന്ന് ആഘോഷങ്ങളുടെയും ചിരിയുടെയും ശബ്ദങ്ങൾ കേൾക്കാം. സവിത തകർന്നു പോയി. അവൾ ആ വാതിലിൽ മുട്ടിക്കരഞ്ഞു. തുറക്കൂ ആകാശ്, എന്നെ തനിച്ചാക്കരുത്, അവൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ മറുപടി ഉണ്ടായില്ല. പതുക്കെ മഴ പെയ്യാൻ തുടങ്ങി. ആകാശം പോലും അവളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് പോലെ തോന്നി. റോഡരികിൽ തന്റെ ചെറിയ ബാഗുമായി അവൾ തനിച്ചായി. അച്ഛൻ മരിച്ചപ്പോൾ താൻ അനുഭവിച്ച അതേ ഏകാന്തത അവൾക്ക് വീണ്ടും തോന്നി. വിവാഹം കഴിഞ്ഞ് ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ വീടാണ് ലോകമെന്ന് കരുതിയ സവിതക്ക് ഇന്ന് സ്വന്തമായി 1 ഇഞ്ച് ഭൂമി പോലുമില്ല. കണ്ണീരും മഴവെള്ളവും കലർന്ന് അവളുടെ മുഖം വികൃതമായി. വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നു.
ഞാൻ എങ്ങോട്ട് പോകണം? ആരോട് സഹായം ചോദിക്കും? ഒരു കുഞ്ഞില്ലാത്തത് എന്റെ തെറ്റാണോ? ആ ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ തിരതല്ലി. ഒരു നിമിഷം കൊണ്ട് തന്റെ ജീവിതം മുഴുവൻ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. ആ രാത്രിയുടെ ഇരുട്ടിൽ വിജനമായ ആ തെരുവിൽ സവിത വെറുമൊരു നിഴലായി മാറി. അവളുടെ 7 വർഷത്തെ ജീവിതം ഒരടഞ്ഞ വാതിലിന് പിന്നിൽ എന്നേക്കുമായി അവസാനിച്ചു. മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി തണുത്തുവിറച്ച സവിത ആ വിജനമായ തെരുവിലൂടെ നടന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ മഴവെള്ളത്തിൽ കലർന്നു. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും അവൾ മാത്രം സ്വന്തം ജീവിതത്തിന്റെ തകർച്ചയിൽ ഉരുകുകയായിരുന്നു. ഒടുവിൽ തളർന്ന് അവൾ നഗരത്തിലെ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെയുള്ള ബെഞ്ചിൽ തന്റെ ചെറിയ ബാഗ് തലക്കൽ വെച്ച് അവൾ ചുരുണ്ടുകൂടി. കൊതുകിന്റെ കടിയും തണുത്ത കാറ്റും അവളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ശാരീരിക വേദനകളേക്കാൾ വലുതായിരുന്നു അവളുടെ മനസ്സിലെ മുറിവുകൾ. എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചോ? അവൾ സ്വയം ചോദിച്ചു. അർദ്ധരാത്രിയിൽ ഉറക്കമില്ലാതെ അവൾ ആകാശിനെ കുറിച്ച് ഓർത്തു. ആകാശ് ഇപ്പോൾ നൈനയോടൊപ്പം സന്തോഷമായിരിക്കുന്നുണ്ടാകാം. തന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതിൽ അവനൊരു തുള്ളി പോലും കുറ്റബോധം തോന്നിയിട്ടുണ്ടാകില്ല. ഒരു കുഞ്ഞിനെ നൽകാൻ കഴിഞ്ഞില്ല എന്നൊരൊറ്റ കാരണത്താൽ താൻ ഇത്രയും വലിയ ശിക്ഷ അർഹിക്കുന്നുണ്ടോ? നേരം വെളുക്കാൻ തുടങ്ങിയപ്പോൾ സവിത പതുക്കെ എഴുന്നേറ്റു. അവളുടെ ദേഹം മുഴുവൻ വേദനിക്കുന്നുണ്ടായിരുന്നു. വിശപ്പ് കൊണ്ട് വയറ് കത്തുന്നു. അടുത്തുള്ള ഒരു ക്ഷേത്രത്തിനു മുന്നിലെ പൈപ്പിൽ നിന്ന് അവൾ മുഖം കഴുകി കുറച്ച് വെള്ളം കുടിച്ചു. അവിടെ പ്രസാദം വിതരണം ചെയ്യുന്ന വരിയിൽ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ അവൾക്ക് തന്റെ അവസ്ഥയിൽ വല്ലാത്ത നാണക്കേട് തോന്നി. ആ സമയത്താണ് ശാരദാദേവി എന്ന വൃദ്ധ സവിതയെ ശ്രദ്ധിച്ചത്. ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന അവരുടെ മുഖത്ത് വലിയൊരു ശാന്തതയും കരുണയും ഉണ്ടായിരുന്നു. സവിതയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളും വാടിയ മുഖവും കണ്ടപ്പോൾ അവർക്ക് എന്തോ പന്തികേട് തോന്നി. അവർ സവിതയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. മോളെ, നീ എവിടെ നിന്നാണ് വരുന്നത്? എന്തുപറ്റി നിനക്ക്? അവർ സ്നേഹത്തോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും സവിതയുടെ ഉള്ളിലെ സങ്കടം അണപ്പൊട്ടിയൊഴുകി. അവൾ പൊട്ടിക്കരഞ്ഞു. അന്യയായ ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് അവൾ തന്റെ സങ്കടങ്ങൾ മുഴുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശാരദാദേവി അവളെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അവർ അവളെ അടുത്തുള്ള തങ്ങളുടെ ചെറിയ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് സവിത ഡോക്ടർ മെഹറയെ പരിചയപ്പെടുന്നത്. വെളുത്ത മുടിയും കണ്ണടയും ധരിച്ച വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വിരമിച്ച ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സവിതയുടെ കഥ കേട്ടപ്പോൾ അദ്ദേഹം വലിയൊരു ദീർഘശ്വാസം വിട്ടു. മോളെ, ലോകം നിന്നെ വീട്ടിൽ നിന്നാണ് പുറത്താക്കിയത്, ജീവിതത്തിൽ നിന്നല്ല. നീ തോറ്റുകൊടുക്കാൻ പാടില്ല, അദ്ദേഹം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ശാരദാദേവിക്കും ഡോക്ടർ മെഹ്റക്കും കുട്ടികളില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആരോഗ്യത്തിനായി ചിലവഴിച്ച അവർ സവിതയെ തങ്ങളുടെ മകളെ പോലെ സ്വീകരിച്ചു. അവർ അവൾക്ക് ചൂടുള്ള ഭക്ഷണവും ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളും നൽകി. സവിത മാസങ്ങളായി അനുഭവിക്കാത്ത ഒരു സമാധാനം ആ വീട്ടിൽ അനുഭവിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസമില്ല, പണമില്ല, ഞാൻ എങ്ങനെ ജീവിക്കും? അവൾ ഡോക്ടർ മെഹ്റയോട് ചോദിച്ചു. ഡോക്ടർ മെഹർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിദ്യാഭ്യാസം നേടാൻ പ്രായം ഒരു തടസ്സമല്ല സവിത. നിനക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങണം. നിന്റെ കണ്ണീർ തുടക്കാനല്ല, അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ നീ വളരേണ്ടതാണ്. സവിതക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അവരുടെ വാക്കുകളിൽ അവൾക്ക് വലിയൊരു വിശ്വാസം തോന്നി. തന്നെ ലോകം മുഴുവൻ വെറുത്തപ്പോഴും തന്നെ മനസ്സിലാക്കാൻ 2 അപരിചിതർ തയ്യാറായല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ദൈവത്തോട് നന്ദി തോന്നി. ഡോക്ടർ മെഹർ അവളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിന്റെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും എനിക്ക് കാണണം. റിപ്പോർട്ടുകൾ ആകാശിന്റെ വീട്ടിലായിരുന്നു. പക്ഷേ തന്റെ കയ്യിലുണ്ടായിരുന്ന ചില പഴയ കുറിപ്പുകൾ അവൾ അദ്ദേഹത്തിന് നൽകി. അവ പരിശോധിച്ചപ്പോൾ ഡോക്ടറുടെ മുഖത്ത് ഒരു ഗൗരവം പടർന്നു. സവിതയുടെ ജീവിതം മാറ്റാൻ പോകുന്ന ഒരു വലിയ സത്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. സവിതയുടെ പോരാട്ടം അവിടെ തുടങ്ങുകയാണ്. ഡോക്ടർ മെഹ്റയുടെയും ശാരദാദേവിയുടെയും സ്നേഹനിർഭരമായ തണലിൽ സവിതയുടെ മുറിവുകൾ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി. എങ്കിലും ആ പഴയ ജീവിതത്തിന്റെ നിഴലുകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആകാശ് തന്നെ വഴിയാധാരമാക്കിയതും അമ്മായിയമ്മയുടെ ക്രൂരമായ വാക്കുകളും ഓർക്കുമ്പോൾ അവൾ തകർന്നു പോകുമായിരുന്നു. എന്നാൽ ഡോക്ടർ മെഹർ അവളെ വെറുതെ ഇരിക്കാൻ അനുവദിച്ചില്ല. സവിത, വേദനയിൽ തളർന്നിരിക്കാനല്ല, ആ വേദനയെ നിന്റെ കരുത്താക്കി മാറ്റാനാണ് നീ ശ്രമിക്കേണ്ടത്, അദ്ദേഹം അവളെ നിരന്തരം ഓർമ്മിപ്പിച്ചു. സവിതക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടി അവൾക്ക് പുറം ലോകത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലായിരുന്നു. എന്നാൽ സവിതയുടെ ഉള്ളിലെ നിശ്ചയദാർഢ്യം ഡോക്ടർ മെഹർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തന്റെ പഴയ സുഹൃത്തുക്കൾ വഴി ഒരു ചാരിറ്റി
ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ സവിതയ്ക്ക് ഒരു ട്രെയിനിയായി ജോലി ശരിയാക്കി കൊടുത്തു. ഹോസ്പിറ്റൽ മാനേജ്മെന്റിലും നഴ്സിംഗ് അസിസ്റ്റന്റ് കാര്യങ്ങളിലും അവൾക്ക് പരിശീലനം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ സവിതയ്ക്ക് വളരെ പ്രയാസകരമായിരുന്നു. മെഡിക്കൽ വാക്കുകളും കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളും അവൾക്ക് ഒട്ടും പരിചിതമല്ലായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും അവളെ കളിയാക്കുമായിരുന്നു. ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും അറിയില്ലേ എന്ന ചോദ്യങ്ങൾ അവളെ വേദനിപ്പിച്ചു. എങ്കിലും അവൾ തളർന്നില്ല. അവൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. പരാജയപ്പെട്ടാൽ അവൾ വീണ്ടും ആ പഴയ ഇരുട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമെന്ന് അവൾക്കറിയാം. ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് അവൾ വീട്ടിൽ നിന്നിറങ്ങും. ആശുപത്രിയിൽ ഫയലുകൾ അടുക്കി വെക്കുന്നത് മുതൽ രോഗികളെ സഹായിക്കുന്നത് വരെ എല്ലാ ജോലികളും അവൾ ചെയ്യും. വൈകുന്നേരം വീട്ടിലെത്തിയാൽ ഡോക്ടർ മെഹ്റയുടെ അടുത്തിരുന്ന് മെഡിക്കൽ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവൾ സമയം കണ്ടെത്തി. ശാരദാദേവി അവൾക്ക് വേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകി. സവിതയുടെ ഉള്ളിലെ ആ പഴയ പെൺകുട്ടി പതുക്കെ മാറാൻ തുടങ്ങി. അവൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അവളുടെ വാക്കുകളിൽ ഉറപ്പു വന്നു. ആശുപത്രിയിൽ വെച്ച് സവിത ഒരു കാര്യം ശ്രദ്ധിച്ചു. താൻ അനുഭവിച്ചതുപോലെ ഒട്ടേറെ സ്ത്രീകൾ അവിടെ ചികിത്സക്കായി വരുന്നുണ്ട്. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വീട്ടുകാരുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന പല പെൺകുട്ടികളെയും അവൾ അവിടെ കണ്ടു. അവരുടെ കണ്ണുകളിലെ ഭയവും സങ്കടവും സവിതയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. സവിത അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും അവൾ മുൻകൈയെടുത്തു. കുട്ടികളില്ലാത്തത് നിങ്ങളുടെ മാത്രം തെറ്റല്ല എന്നവൾ അവരോട് ഉറപ്പിച്ചു പറഞ്ഞു. സവിതയുടെ ഈ മാറ്റം ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾക്ക് രോഗികളുമായി സംസാരിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ ആശുപത്രിയിൽ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ പ്രസവ വേദനയോടെ എത്തി. അവരുടെ കയ്യിൽ ശസ്ത്രക്രിയക്കുള്ള പണമില്ലായിരുന്നു. ആശുപത്രി അധികൃതർ നടപടിക്രമങ്ങളുടെ പേരിൽ കാലതാമസം വരുത്തിയപ്പോൾ സവിത ഇടപെട്ടു. അവൾ തന്റെ ചെറിയ ശമ്പളത്തിൽ നിന്നും നീക്കിവെച്ച പണം ആ സ്ത്രീയുടെ ചികിത്സക്കായി നൽകി. സമയബന്ധിതമായ ചികിത്സ കൊണ്ട് ആ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷപ്പെട്ടു. പിറ്റേന്ന് ഡോക്ടർ മെഹർ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം സവിതയെ അഭിനന്ദിച്ചു. സവിത, നീ ഇന്ന് ഒരു രോഗിയെ മാത്രമല്ല രക്ഷിച്ചത്, ഒരു കുടുംബത്തെ കൂടിയാണ്. നീ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവളാണ്, അദ്ദേഹം പറഞ്ഞു. സവിതയ്ക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വന്നു. അവൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. രാവിലെ ജോലിയും രാത്രിയിൽ പഠനവുമായി അവളുടെ ജീവിതം തിടുക്കമുള്ളതായി മാറി. പഴയ ആകാശിന്റെ മുഖം അവളുടെ ഉള്ളിൽ നിന്ന് പതുക്കെ മാനു തുടങ്ങി. തനിക്കൊരു കുഞ്ഞില്ലാത്തത് തന്റെ കുറവല്ലെന്നും മറിച്ച് തന്റെ ജീവിതത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. 9 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം അവൾ വിജയമായി പൂർത്തിയാക്കി. സവിതയുടെ അധ്വാനം ഫലം കണ്ടു തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ അവൾ ആശുപത്രി കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിച്ചു. ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഹെൽത്ത് മാനേജ്മെന്റിൽ ഉപരിപഠനം നടത്താൻ അവൾക്ക് സാധിച്ചു. ഡോക്ടർ മെഹ്റയും ശാരദാദേവിയും അവൾക്ക് നൽകിയ പിന്തുണ ഒരു കുടുംബം നൽകുന്നതിനേക്കാൾ വലുതായിരുന്നു. പണ്ട് ആകാശിന്റെ വീട്ടിൽ വെറും ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞിരുന്ന സവിത ഇന്ന് വലിയൊരു ടീമിനെ നയിക്കാൻ പ്രാപ്തിയുള്ളവളായി വളർന്നു. എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ചോദ്യം ബാക്കിയായിരുന്നു. എന്തുകൊണ്ടാണ് തനിക്കൊരു കുഞ്ഞുണ്ടാകാതിരുന്നത്? ഒരിക്കൽ ഡോക്ടർ മെഹർ സവിതയെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. അദ്ദേഹം അവളുടെ പഴയ ചില മെഡിക്കൽ രേഖകളും ആകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ശേഖരിച്ചിരുന്നു. അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു, സവിത, നിനക്ക് ഞാൻ ഒരു വലിയ സത്യം കാണിച്ചു തരാൻ പോവുകയാണ്. നീ വർഷങ്ങളോളം നിന്റെ തലയിൽ ചുമന്ന ആ ഒന്നിനും കൊള്ളാത്തവൾ എന്ന വിളിപ്പേര് യഥാർത്ഥത്തിൽ നിനക്ക് അർഹതപ്പെട്ടതല്ല. സവിത ഞെട്ടിപ്പോയി. അദ്ദേഹം തുടർന്നു, നിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നിനക്ക് യാതൊരു തകരാറുമില്ല. കൃത്യമായ പരിശോധനകൾ നടന്നിരുന്നുവെങ്കിൽ നിനക്ക് അമ്മയാകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നിന്റെ ഭർത്താവ് ആകാശ് പരിശോധനകൾക്ക് തയ്യാറാകാതിരുന്നത് മനഃപൂർവ്വമാണ്. കാരണം പ്രശ്നം അവന്റേതായിരുന്നു. ആ വാക്കുകൾ കേട്ടതും സവിതയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. വർഷങ്ങളോളം താൻ അനുഭവിച്ച അപമാനവും വേദനയും വഞ്ചനയുടെ പുറത്തായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആകാശ് സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ അവളെ പഴിചാരി. തന്റെ പൗരുഷം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ അവൻ അവളെ ലോകത്തിനു മുന്നിൽ ഒരു കുറവുള്ളവളായി ചിത്രീകരിച്ചു. അപ്പോൾ ഞാൻ തെറ്റുകാരിയല്ലായിരുന്നു അല്ലേ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ സവിതയുടെ ശബ്ദം ഇടറി. അവൾ കരഞ്ഞില്ല. പകരം അവളുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി പടർന്നു. ആ തിരിച്ചറിവ് അവൾക്ക് നൽകിയത് പുതിയൊരു കരുത്താണ്. സവിത ഇപ്പോൾ ആശുപത്രിയിലെ ഒരു സാധാരണ ജീവനക്കാരിയല്ല. ഡോക്ടർ മെഹ്റയുടെയും ശാരദാദേവിയുടെയും പ്രായം ഏറി വരികയായിരുന്നു. അവർക്ക് സ്വന്തമായി മക്കളില്ലാത്തതിനാൽ തങ്ങളുടെ സ്വത്തുക്കളും ക്ലിനിക്കും എല്ലാം ചേർത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനും അതിന്റെ പൂർണ്ണ ചുമതല സവിതയെ ഏൽപ്പിക്കാനും അവർ
അവർ തീരുമാനിച്ചു. നീ അനുഭവിച്ച വേദന ഇനി മറ്റൊരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്ഥാപനം നീ കെട്ടിപ്പടുക്കണം. ഡോക്ടർ മെഹർ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. അങ്ങനെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജീവൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആൻഡ് വുമൺ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അത്യാധുനിക ആശുപത്രി ഉയർന്നു. സവിതയായിരുന്നു അതിന്റെ ഡയറക്ടർ. അവൾ തന്റെ പേരിനൊപ്പം മെഹർ എന്ന കുടുംബ പേരും ചേർത്തു. സവിത മെഹർ എന്ന പേര് നഗരത്തിൽ പ്രശസ്തമായി മാറി. അവളുടെ ആശുപത്രിയിൽ പണമില്ലാത്തവർക്കും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകി. ഗർഭവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി വരുന്ന ദമ്പതികളെ സവിത നേരിട്ട് കണ്ട് സംസാരിച്ചു. പുരുഷന്മാരും പരിശോധനയ്ക്ക് വിധേയരാകണം എന്നവൾ നിർബന്ധം പിടിച്ചു. 9 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. പഴയ നിസ്സഹായയായ സവിതയല്ല ഇന്നവൾ. കാറിലിരുന്ന് നഗരത്തിലൂടെ പോകുമ്പോൾ പലപ്പോഴും അവൾ തന്റെ പഴയ വീട് ഇരുന്ന വഴിയിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവളുടെ ഉള്ളിൽ സങ്കടമില്ല. തന്നെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യണമെന്ന വാശിയുമില്ല. മറിച്ച് താൻ നേടിയ വിജയത്തിൽ അവൾക്ക് വലിയ അഭിമാനം തോന്നി. തന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവർക്ക് തന്റെ വിജയം കൊണ്ട് തന്നെ മറുപടി നൽകാൻ അവൾ തയ്യാറെടുക്കുകയായിരുന്നു. വിധി അവൾക്കായി ഒരു വലിയ കൂടിക്കാഴ്ച കാത്തുവെച്ചിരുന്നു. സവിത തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ മറുവശത്ത് ആകാശിന്റെ ജീവിതം തകർച്ചയുടെ വക്കിലായിരുന്നു. നൈനയുമായുള്ള അവന്റെ വിവാഹം വലിയ പരാജയമായിരുന്നു. സവിതയെ കഴിവില്ലാത്തവൾ എന്ന് വിളിച്ച് പുറത്താക്കിയ അതേ വീട്ടിൽ നൈനക്കും കുട്ടികളുണ്ടായില്ല. ബിസിനസ്സിൽ ആകാശ് വലിയ കടക്കണിയിലായി. അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതിരുന്ന ആകാശിനെ കാലം പരീക്ഷിക്കാൻ തുടങ്ങി. സവിതയെ ചതിച്ച് നേടിയെടുത്തതൊന്നും അവന് സന്തോഷം നൽകിയില്ല. അവന്റെ അമ്മ അസുഖങ്ങളാൽ കിടപ്പിലായി. സവിതയെ പഴിച്ച അതേ നാവുകൊണ്ട് അവർക്കിന്ന് സ്വന്തം വിധിയെ പഴിക്കേണ്ടി വന്നു. ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴി ആകാശിന് ശക്തമായ ഹൃദയാഘാതം ഉണ്ടായി. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൻ റോഡിൽ തകർന്നു വീണു. നാട്ടുകാരാണ് അവനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചത്. നഗരത്തിലെ ഏറ്റവും മികച്ച ഹൃദയ ചികിത്സ സൗകര്യങ്ങളുള്ള ജീവൻ ആശുപത്രിയിലേക്ക് അവനെ കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അബോധാവസ്ഥയിലായ ആകാശിനെ ആംബുലൻസിൽ ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. നൈനയും അവന്റെ അമ്മയും കരഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയുടെ ഗാംഭീര്യവും അവിടുത്തെ സംവിധാനങ്ങളും കണ്ട് അവർ ഞെട്ടിപ്പോയി. എന്നാൽ ആ ആശുപത്രിക്ക് പിന്നിൽ തങ്ങൾ ജീവിതം തകർത്ത സവിതയാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആകാശിനെ അടിയന്തര ശസ്ത്രക്രിയക്കായി തിയേറ്ററിലേക്ക് മാറ്റി. ലക്ഷക്കണക്കിന് രൂപ ചിലവാകുമെന്നും ഉടൻ തന്നെ പണമടക്കണമെന്നും റിസപ്ഷനിൽ നിന്ന് അറിയിച്ചു. കയ്യിൽ ചില്ലി കാശില്ലാത്ത നൈന തകർന്നുപോയി. കടം വാങ്ങിയിരുന്ന ബിസിനസ് തകർന്നതിനാൽ ആരും അവരെ സഹായിക്കാൻ തയ്യാറായില്ല. ഈ സമയം ആശുപത്രിയുടെ ഡയറക്ടറായ സവിത തന്റെ ക്യാബിനിലിരുന്ന് പുതിയ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ വേണ്ട രോഗികളുടെ പട്ടിക അവളുടെ മുന്നിലെത്തി. അതിൽ ആകാശ് ശർമ്മ എന്ന പേര് കണ്ടതും അവളുടെ കൈകൾ വിറച്ചു. വർഷങ്ങളായി താൻ മറക്കാൻ ശ്രമിച്ച ആ മുഖം ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. തന്നെ കഴുത്തിനു പിടിച്ച് തള്ളിയതും മഴയത്ത് താൻ കരഞ്ഞതും ആ അടഞ്ഞ വാതിലും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. സവിത പതുക്കെ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശിന്റെ ജീവൻ ഇപ്പോൾ അവളുടെ കയ്യിലാണ്. അവൾ വിചാരിച്ചാൽ അവനെ അവിടെ നിന്ന് പുറത്താക്കാം. തന്നെ അപമാനിച്ചവർക്ക് അതേ രീതിയിൽ മറുപടി നൽകാൻ ഇതിലും വലിയൊരു അവസരം ലഭിക്കാനില്ല. തന്റെ ജീവിതത്തിലെ 7 വർഷങ്ങൾ നശിപ്പിച്ച മനുഷ്യൻ ഇന്ന് തന്റെ ദയക്കായി കാത്തു നിൽക്കുന്നു. പ്രതികാരത്തിന്റെ കനലുകൾ അവളുടെ ഉള്ളിൽ ജ്വലിച്ചു. എന്നാൽ ആ നിമിഷം അവൾ ഡോക്ടർ മെഹ്റയുടെ വാക്കുകൾ ഓർത്തു. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നിന്റെ വേദന മറക്കാൻ നിനക്ക് കഴിയണം. സവിത ഒരു ദീർഘശ്വാസം വിട്ടു. അവൾ തന്റെ ഇന്റർകോം എടുത്ത് ശസ്ത്രക്രിയക്ക് ഉത്തരവിട്ടു. രോഗിയുടെ സാമ്പത്തിക അവസ്ഥ നോക്കേണ്ടതില്ല. ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് ചിലവ് വഹിക്കാം. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സവിത തന്റെ ഭൂതകാലത്തോട് പൊരുതി ജയിക്കുകയായിരുന്നു. അവൾ ആകാശിന്റെ അമ്മയെയും നൈനയെയും തന്റെ മുറിയിലേക്ക് വിളിച്ചു. പേടിയോടെയാണ് അവർ ആ മുറിയിലേക്ക് കടന്നത്. പണമില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങുമോ എന്ന ഭയമായിരുന്നു അവരുടെ ഉള്ളിൽ. എന്നാൽ ആ മുറിയിൽ കറങ്ങുന്ന കസേരയിലിരുന്ന് മുന്നിലെ ഫയലുകൾ പരിശോധിക്കുന്ന സ്ത്രീയെ കണ്ടതും അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വർഷങ്ങൾക്ക് മുമ്പ് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി തങ്ങൾ തെരുവിലേക്ക് തള്ളിയ അതേ സവിത.
പക്ഷേ ഇന്നവൾ ഒരു ദാസിയല്ല, മറിച്ച് പ്രൗഢിയുള്ള ഒരു വ്യക്തിത്വമാണ്. വില കൂടിയ സാരിയും കണ്ണുകളിൽ ആത്മവിശ്വാസവും മുഖത്ത് ശാന്തതയും നിറഞ്ഞു നിൽക്കുന്ന സവിതയെ കണ്ട് ആകാശിന്റെ അമ്മയുടെ കണ്ണുകൾ വിടർന്നു. "സവിത, നീ?" അവർ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. സവിത അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പ്രതികാരമില്ലായിരുന്നു, പകരം ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. "ഇരിക്കൂ," അവൾ ശാന്തമായി പറഞ്ഞു. നൈന തലകുനിച്ചു നിന്നു. സവിതയുടെ 7 വർഷത്തെ ജീവിതം തട്ടിയെടുത്തവൾ എന്ന കുറ്റബോധം ആദ്യമായി അവളുടെ ഉള്ളിൽ തോന്നിത്തുടങ്ങി. "ആകാശിന്റെ ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. പണത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ആശുപത്രിയുടെ ട്രസ്റ്റ് ആ ചിലവ് ഏറ്റെടുത്തിട്ടുണ്ട്," സവിത അറിയിച്ചു. ആകാശിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. "മോളെ, ഞങ്ങളോട് ക്ഷമിക്കൂ. നിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇന്ന് നീയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് തന്ന ശിക്ഷയാണിത്." അവർ കൈകൂപ്പി. സവിത ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. "അമ്മേ, ഞാനിവിടെ ഇരിക്കുന്നത് പ്രതികാരം ചെയ്യാനല്ല. എന്നെ സഹായിക്കാൻ ചിലർ അന്ന് തയ്യാറായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ആകാശ് എന്നോട് ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വഭാവം. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കുക എന്നത് എന്റെ സംസ്കാരമാണ്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഈ ആശുപത്രിക്ക് ഒരു നിമിഷം പോലും വൈകാൻ കഴിയില്ല." തങ്ങൾ എത്രത്തോളം ചെറുതാണെന്ന് ആകാശിന്റെ കുടുംബത്തിന് അന്ന് മനസ്സിലായി. സവിതയുടെ വിജയം പണത്തിലല്ല, മറിച്ച് അവളുടെ വലിയ മനസ്സിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആകാശിന്റെ ജീവൻ രക്ഷിക്കാൻ സവിത കാട്ടിയ ഈ വലിയ മനസ്സ് ആ കുടുംബത്തിലെ എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചു. സവിത തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം ജയിക്കുകയായിരുന്നു. പ്രതികാരം കൊണ്ടല്ല, മറിച്ച് ക്ഷമ കൊണ്ടും കരുണ കൊണ്ടും. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. മരണത്തിന്റെ വക്കിൽ നിന്നും ആകാശിനെ സവിതയുടെ ഡോക്ടർമാർ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടന്ന ആകാശിന് 3-ാം ദിവസം ബോധം തെളിഞ്ഞു. കണ്ണു തുറന്നപ്പോൾ കണ്ട വെളുത്ത ചുവരുകളും മെഡിക്കൽ ഉപകരണങ്ങളും താൻ എവിടെയാണെന്നറിയാതെ അവനെ പരിഭ്രമിപ്പിച്ചു. അരികിലിരുന്ന നൈന അവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. തന്റെ ജീവൻ രക്ഷിച്ചത് നഗരത്തിലെ പ്രശസ്തമായ ജീവൻ ആശുപത്രിയാണെന്നും അവിടുത്തെ ഡയറക്ടർ താൻ ജീവിതം തകർത്ത സവിതയാണെന്നും അറിഞ്ഞപ്പോൾ ആകാശിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അല്പസമയത്തിനു ശേഷം സവിത ആ മുറിയിലേക്ക് കടന്നു വന്നു. ഒരു ഡോക്ടറുടെ ഗൗരവത്തോടെയും എന്നാൽ ശാന്തമായ മുഖത്തോടെയും അവൾ അവന്റെ അരികിലെത്തി. ആകാശിന് അവളുടെ കണ്ണുകളിൽ നോക്കാൻ കഴിഞ്ഞില്ല. 9 വർഷം മുമ്പ് മഴയത്ത് താൻ പുറത്താക്കിയ അതേ പെൺകുട്ടി ഇന്ന് തന്റെ ജീവൻ രക്ഷിച്ച ദേവതയായി മുന്നിൽ നിൽക്കുന്നു. അവനൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. "സവിത," അവൻ വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. "സംസാരിക്കരുത് ആകാശ്, നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്," സവിത പ്രൊഫഷണൽ ആയ സ്വരത്തിൽ പറഞ്ഞു. ആകാശ് അവളുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. "എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നോട് ചെയ്തത് ക്രൂരതയായിരുന്നു. നിന്നെ കഴിവില്ലാത്തവൾ എന്ന് വിളിച്ച് ഞാൻ പുറത്താക്കി. പക്ഷേ സത്യത്തിൽ കുറവുള്ളവൻ ഞാനായിരുന്നു," അവൻ കരഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞു. അവന്റെ അമ്മയും നൈനയും ആ മുറിയിലുണ്ടായിരുന്നു. ആകാശിന്റെ പരിശോധനകളിൽ പ്രശ്നം അവനായിരുന്നു എന്ന സത്യം ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. സ്വന്തം കുറവുകൾ മറക്കാൻ ഒരു പാവം പെൺകുട്ടിയെ ബലിയാടാക്കിയ തന്റെ ഭൂതകാലം അവനെ വേട്ടയാടി. സവിത അവനെ നോക്കി പറഞ്ഞു. "ആകാശ്, ഞാൻ നിങ്ങളെ ചികിത്സിച്ചത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് എന്റെ കടമയായതുകൊണ്ടാണ്. നിങ്ങൾ എന്നോട് ചെയ്തത് എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷെ അത് ഓർത്ത് പ്രതികാരം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പഴയ സവിത അന്നാ മഴയത്ത് മരിച്ചുപോയി. ഇന്നത്തെ ഞാൻ ഈ നിലയിലെത്തിയത് എന്നെ സഹായിച്ച ഒരു വലിയ മനുഷ്യന്റെ കരുണ കൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതം സത്യസന്ധമായി ജീവിക്കാം." ആകാശിന്റെ അമ്മ സവിതയുടെ കാലുകളിൽ വീണ് മാപ്പപേക്ഷിച്ചു. തന്റെ മകനു വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിൽ അവർക്ക് വലിയ കുറ്റബോധം തോന്നി. സവിത അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. "അമ്മേ, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. പോയ കാലം തിരികെ വരില്ല. പക്ഷെ ഇനി വരുന്ന കാലമെങ്കിലും നല്ല മനസ്സോടെ ജീവിക്കാൻ ശ്രമിക്കൂ," അവൾ അവരെ ഉപദേശിച്ചു. സവിത അവർക്ക് സാമ്പത്തികമായ മറ്റൊരു സഹായം കൂടി വാഗ്ദാനം ചെയ്തു. ആകാശിന്റെ ബിസിനസ് തകർച്ച മൂലം അവർക്ക് വീട് നഷ്ടപ്പെടാതിരിക്കാൻ ആശുപത്രിയുടെ ട്രസ്റ്റ് വഴി കടബാധ്യതകൾ തീർക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ അതിനൊരു നിബന്ധന അവൾ വെച്ചു. ആകാശ് ഇനി മുതൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും കുട്ടികൾ ഇല്ലാത്തതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം. തന്റെ തെറ്റുകൾ തുറന്നു പറഞ്ഞ് സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ അവൻ തയ്യാറാകണം. ആകാശ് അത് സമ്മതിച്ചു. അഹങ്കാരം കൊണ്ട് തകർന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യത്വം സവിതയുടെ കരുണ കൊണ്ട് ഉണരുകയായിരുന്നു. സവിത തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ജയിച്ചു കഴിഞ്ഞു. ആകാശിന്റെയും കുടുംബത്തിന്റെയും മാറ്റം സവിതക്ക് പുതിയൊരു നിയോഗം നൽകി. ഹോസ്പിറ്റലിൽ അവൾ ഒരു പ്രത്യേക കൗൺസിലിംഗ് വിഭാഗം ആരംഭിച്ചു. കുട്ടികൾ ഇല്ലാത്തതിന്റെ
പേരിൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ദമ്പതികളെ സഹായിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ആകാശും നൈനയും അവിടെ സഹായികളായി ചേർന്നു. തങ്ങളുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ അവർ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞു. സവിത വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. തന്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കാനാണ് അവൾ തീരുമാനിച്ചത്. ഇതിനിടയിൽ ആശുപത്രിയിലെ സഹായ കേന്ദ്രത്തിൽ എത്തിയ ഗൗരി എന്ന അനാഥ പെൺകുട്ടിയെ സവിത ദത്തെടുത്തു. ഗൗരി അവളെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചപ്പോൾ 9 വർഷം മുമ്പ് തന്റെ ഗർഭപാത്രം ശൂന്യമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായി അത് മാറി. പ്രസവിക്കുന്നവർ മാത്രമല്ല, സ്നേഹം നൽകുന്നവരും അമ്മയാണെന്ന് സവിത തെളിയിച്ചു. വർഷങ്ങൾക്ക് ശേഷം നഗരത്തിലെ വലിയൊരു ചടങ്ങിൽ സവിത ആദരിക്കപ്പെട്ടു. വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അവൾ പറഞ്ഞു, സ്ത്രീയുടെ വില അവളുടെ ശരീരത്തിലല്ല, മറിച്ച് അവൾ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിലാണ്. എന്നെ തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് പ്രതികാരം ചെയ്യാനല്ല, മറിച്ച് സ്നേഹം കൊണ്ട് ലോകത്തെ മാറ്റാനാണ്. സദസ്സിലിരുന്ന ആകാശും നൈനയും എഴുന്നേറ്റ് നിന്ന് അവൾക്കായി കൈയടിച്ചു. സവിത തന്റെ പഴയ വീട് വാങ്ങി അവിടെ ശാരദാ ആശ്രമം എന്ന പേരിൽ സ്ത്രീകൾക്കായി ഒരു കേന്ദ്രം തുടങ്ങി. തന്നെ പുറത്താക്കിയ അതേ വാതിൽ ഇന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അഭയമായി മാറി. സവിതയുടെ പോരാട്ടം ഒരു വലിയ പാഠമായിരുന്നു. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്.